പോലീസാ? പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. Alex. Yes, Supriya. Long live Alex. Cheers. Yeah. Oh yeah, right. Yeah, I saw the lighting specialist. Good. Second line. യോഗ പഠിപ്പിക്കുകയാണോ? അങ്ങനൊന്നുമില്ല. എത്തിയോ? Yeah, what's that about? Welcome home. ഓ, ഹായ്. കൺഗ്രാറ്റ്സ് അലക്സി. Thank you. ഇനി 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണും ഒരു ആരോഗ്യവാനായി ജീവിക്കും. ശതാഭിഷിക്തൻ അങ്ങനെയാണ് പറയുക. Thanks, dude. എനിവേ, ഒരുത്തിന് രോഗമില്ല എന്നറിഞ്ഞതിന്റെ പേരിൽ ആദ്യമായി നടത്തുന്ന പാർട്ടിയിൽ ആദ്യമായി പങ്കെടുക്കുകയാണ് ഞാൻ. ഗുഡ് ഗുഡ്. എല്ലാം ഇവളുടെ ഇടപാടാ. ഞാനതിൽ കക്ഷിയല്ല സാറേ. ഇതൊക്കെയല്ലേ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? ഞാൻ മീരയുടെ കൂടെയാ. അലക്സി റിപ്പോർട്ട് വാങ്ങിക്കാൻ പോയ ടൈമിൽ കാറിനകത്തിരുന്ന് ഞാൻ അനുഭവിച്ച ടെൻഷൻ ഉണ്ടല്ലോ. ഓ, എനിക്കേ അറിയൂ. അറിയാവുന്ന ദൈവങ്ങളെ മുഴുവൻ വിളിച്ചു. ഒരാശ്വാസത്തിനായി ഈ സാറിനെ ഒന്ന് വിളിച്ചത്. ഏതോ ഒരു ബാറല്ല, കോശീസ്. എവിടെയായാലും അവിടെ ഇരുന്ന് കള്ളു കുടിച്ച് കണകുണാന്ന് ഏതാണ്ടൊക്കെയോ പറഞ്ഞു. എനിക്ക് വന്ന കളി. Leave it, Rakhu. You drink? അയ്യോ, ഞാൻ കഴിക്കില്ല. മദ്യപിച്ച് കാറോടിച്ച പോലീസ് പിടിക്കും. ഗുഡ്. എല്ലാവർക്കും ഇങ്ങനെ തോന്നിയാൽ ഞങ്ങൾ പോലീസിന് പണി കുറയും. അതെ അതെ, നമ്മുടെ ഈ മഹാരാജ്യം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം അതാണല്ലോ, മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുക. എന്താ നമ്മുടെ നഗരങ്ങളിലെ രാത്രി കാഴ്ച? മദ്യപിച്ച് കാറോടിച്ച് ആളുകളുടെ നെഞ്ചത്ത് കയറ്റുന്നു, മദ്യപിച്ച് കാറോടിച്ച് ഹൈ റൈസ് ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് കയറ്റുന്നു, മദ്യപിച്ച് കാറോടിച്ച് അയ്യപ്പൻ വിളക്ക് നടത്തുന്നു. ഒന്നും മിണ്ടായിരിക്കും മാഡം. ഇത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാ, അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ എന്ത് കാര്യം? ജീവൻ രക്ഷയാ? ഇതെന്തോന്ന് LIC പോളിസിയാ? അധികാര ദുർവിനിയോഗം എന്ന് പറയും മലയാളത്തില്. പവർ കറപ്ഷൻ. ഇരുട്ട് വഴികളിൽ ഒളിച്ചു നിൽക്കും പിടിച്ചു പറിക്കാൻ വഴിയാത്രക്കാരന്റെ മടിശീല കൊള്ള ചെയ്യാൻ. ആ പറഞ്ഞ പിടിച്ചുപറിക്കാരൻ അവനൊരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയല്ല. അവനാരോടും മുൻ വൈരാഗ്യവുമില്ല. കെണിയിൽ വീണ ഇരയെ നോക്കി പല്ലിളിച്ച് വൃത്തികെട്ട ഈഗോ കാണിക്കില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത അതാണ്. അന്നത്തെ ആ ഇൻസിഡന്റ് ആണെങ്കിൽ തീർച്ചയായും ഞാൻ വേണമെന്ന് കരുതി അതിന് സർക്കാർ മുദ്രയുള്ള കുപ്പായത്തിന്റെ ബലത്തിനെ ആശ്രയിക്കുന്നത്. അതാണ് ചെറ്റത്തരം, ശ്രീമതി സുപ്രിയ രാഘവൻ. നിങ്ങൾ അന്ന് എനിക്ക് ക്ലാസ് തന്നല്ലോ, പോലീസ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. ഒരു സിവിക് സൊസൈറ്റിയുടെ ഭാഗമായി എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ നേരിടേണ്ടത് ഇത്തരം ചീപ്പ് പ്ലേകളിലൂടെ ആവരുത്. അത് നിങ്ങളുടെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നുണ്ടാവുന്ന തോന്നലാണ്. അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആയിപ്പോയി എന്നതിന്റെ പേരിൽ നിങ്ങൾക്കുള്ള അപകർഷത. സ്ത്രീ എന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഐ എം നോട്ട് എ ഷോവിനിസ്റ്റ്. ഓ, എന്ന് പറഞ്ഞവരെ ഞാൻ കണ്ടു. മന്ദബുദ്ധികൾ പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് അത്തരം ആളുകളുമായിട്ട് സഹവാസം കാണൂ. എനിക്ക് ആളുകളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആൺ പെൺ വ്യത്യാസമില്ല. അവർ ഇന്റലിജന്റ് ആയിരിക്കണം, സത്യസന്ധരായിരിക്കണം. അതാണ് മനുഷ്യനിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. സോറി സുപ്രിയ, നീ വാ. അല്ല, പോലീസ് സാമാൻ എത്ര വേണേലും കുടിക്കാം. കുടിച്ച് എങ്ങനെ തലകുത്തി മറിഞ്ഞാലും വീട്ടിൽ കൊണ്ട് കിടത്താൻ സർക്കാർ വാഹനവും സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഡ്രൈവറും ഉണ്ടല്ലോ. കഴിക്കാൻ അത്രയും കഴിച്ചിട്ട് ഞാൻ പോവും. ഇയാളുടെ പോലീസിനോട് വഴി കാത്തിരിക്കാൻ പറ. എന്തായിരുന്നു പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ താനത് തീർത്തു തരും. താനത് തീർത്തു വരുമെന്ന്. ഇല്ലെങ്കിൽ ഇടയ്ക്കറി ഉണ്ടാക്കാൻ വരല്ലേ? ഞണ്ണുള്ള ഞണ്ണിയച്ചങ്ങ് പോണം. ചുമ്മാ ആള് കളിക്കാൻ വരല്ലേ? ജസ്റ്റ് ഈവനിങ്. Hurry.